ഞങ്ങൾ 10-നും 15-നും ഇടയ്ക്കാണ് പ്രതീക്ഷിച്ചത്. അതിലേക്ക് എത്തും എന്ന് വിചാരിക്കും. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. LDFന് കിട്ടാത്ത വോട്ടുകൾ ഭരണത്തിനെതിരായ വോട്ടുകളല്ലേ. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. അത് പരിശോധിക്കണം. അൻവറിന് ചില സ്ഥലങ്ങളിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോത്തയിലേക്ക് വന്നപ്പം ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. എങ്കിലും UDF വോട്ടുകളും കുറച്ച് നഷ്ടപ്പെട്ടോ എന്നത് പരിശോധിക്കണം. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെ ഇപ്പം വേറെ ആരും മത്സരിച്ചില്ലായിരുന്നെങ്കിൽ എതിരില്ലാതിരിക്കാമല്ലോ. അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. പോളിറ്റിക്സ് അല്ലേ. ഈ ഘട്ടത്തിലും ഈ മത്സരത്തിൻ്റെ ചിത്രത്തിലും UDF കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കുന്നു. അത് ഭരണവിരുദ്ധ ജനവികാരത്തിൻ്റെ ശക്തമായ പ്രതിഫലനം തന്നെയാണ്. ശക്തമായ ഫാക്ടറല്ല, ചെറിയൊരു ഫാക്ടറാണ്. അത് റിയാലിറ്റി അതല്ലേ. അതായത് ഇപ്പോൾ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ദാറ്റ് മച്ച് ഈസ് ദേർ. അൻവറിന്റെ ഒരു ഘടകം എന്താണ്? LDF UDF ഇത് രണ്ടും കൂടി ശക്തമായ മത്സരങ്ങൾ നടക്കുമ്പോൾ അൻവറിന് ഇത്രയും അധികം. അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. അങ്ങനെയല്ലല്ലോ, കൂടാതിരുന്നല്ലേ. അത് ഞങ്ങൾ ആലോചിച്ചു. അത് ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ചർച്ച ചെയ്യും. രാഷ്ട്രീയമല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നതിന് എന്താ? അത് തുറക്കാമല്ലോ വാതില്. വാതിലിന് എന്തിനാ താക്കോലെന്തിനാ? ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ഒരു തെറ്റും പറ്റിയിട്ടില്ല. സണ്ണി ജോസഫിന്റെ പേര് പറയാത്ത നന്നായി. എനിക്ക് 2 സ്ഥലത്ത് മത്സരിക്കാൻ പറ്റില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഈ അൻവർ കൂടി വോട്ട് കൂടി അത് സ്പ്ലിറ്റ് ആയില്ല സത്യത്തിൽ. അതല്ലേ റിസൾട്ട് കാണിക്കുന്നത്? കുറച്ചുകൂടി കംഫർട്ടബിൾ മാർജിൻ ഈ സമയത്ത് തന്നെ UDF എത്തേണ്ടതല്ലായിരുന്നോ? അൻവർ കൂടി അല്ലല്ല. LDF 2 തവണ തുടർച്ചയായി ജയിച്ച നിയോജക മണ്ഡലത്തിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിക്ക് UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അതാണ് കാണേണ്ടത്. വലിയ വ്യത്യാസമില്ലെന്നല്ലേ ഇപ്പം മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എപ്പോൾ കണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് 10,000-ന്റെ മുകളിലായിരിക്കും. കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ 10,000 and 15,000. അവിടെ മാർട്ടിൻ ജോർജിനായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. മാർട്ടിൻ പറയും എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണൂർ DC പ്രസിഡന്റ് ഉത്തരവാദിയാണ്. അതെ. ഏതാണ്ട് അതിനടുത്തെത്തും. ഫൈനൽ ചിത്രം വരട്ടെ.